വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവരുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട് ചേർന്ന് ജീവിപ്പാനും അങ്ങേക്ക് പ്രസാദകരമായി ജീവിപ്പാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നടീനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയ കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ അടിയനെ നയിക്കുകയും നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി മീഖ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപനായിരിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവമക്കളാവുന്ന നാം പലതും ചെയ്യാറുണ്ട്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും എടുക്കുന്നതും, അതോടൊപ്പം തന്നെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുകയും പെരുന്നാളുകൾ ഏറ്റെടുക്കുകയും മെഴുകുതിരികൾ കത്തിക്കുകയും നേർച്ചകൾ ഇടുകയും ഒക്കെയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഇതൊക്കെ നാം ചെയ്യുമ്പോഴും ഇതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നാം പലപ്പോഴും പരിശോധിക്കാറില്ല. ഇവിടെ നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ മീഖ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ വായിക്കുകയാണ്: ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടുമ്പോൾ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യാഗങ്ങൾ അർപ്പിക്കുക സാധാരണമായിരുന്നു. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ മുമ്പാകെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടുമ്പോൾ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ദൈവത്തിന് എന്തിലാണ് പ്രസാദമാകുന്നത്? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചോദ്യമാണ്. പരമാർത്ഥമായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ചോദ്യം. തുടർന്ന് നാം വായിക്കുന്നു, 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? പഴയ നിയമത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് യാഗങ്ങൾ അർപ്പിക്കുവാൻ ദൈവം കൽപ്പിക്കുകയും അതനുസരിച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ദൈവത്തെ, അവരുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുവാനും പാപത്തെ മറയ്ക്കുവാനും തക്കവണ്ണം യാഗങ്ങൾ അർപ്പിക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് ചെയ്താൽ ദൈവം പ്രസാദിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പ്രവാചകൻ വഴി ഇത് അരുളി ചെയ്യുന്നത്. മനുഷ്യ, ഞാൻ നല്ലത് എന്തെന്ന് ഞാൻ അവന് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപനായിരിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ ദൈവം പറയുകയാണ്, 3 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഇതിനപ്പുറമായി എന്താണ് ഞാൻ ചോദിക്കുന്നത്? അതായത് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. എന്താണ് ഈ 3 കാര്യം? നാം വായിച്ചു. ആദ്യ കാര്യം, ന്യായം പ്രവർത്തിക്കുക. നാം പലപ്പോഴും
അനുദിന ജീവിതയാത്രയിൽ അന്യായമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. നല്ല ശതമാനവും ആളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവർ അന്യായമായി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതോ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ ആകുന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ചെയ്യുന്നില്ലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നീതിപൂർവമാണ് എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുമോ? അതൊരു ചോദ്യമാണ്. കാരണം മനുഷ്യൻ്റെ ദൃഷ്ടിയിലുള്ള നേർവഴി അല്ലെങ്കിൽ ന്യായമല്ല ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നീതി. എന്തെന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. ദൈവത്തിൽ അനീതിയായിട്ട് ഒന്നുമില്ല. അപ്പോൾ നീതിമാനാകുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ജീവിതം നീതിപൂർവമുള്ളതായിത്തീരണം. അതെങ്ങനെയാണ് സാധ്യമാകുക? നമ്മുടെ കഴിവുകൾ കൊണ്ട്, മിടുക്കുകൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട് അപ്രകാരം അനീതിയായിട്ടുള്ളത് ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവർ നീതിയായിട്ടുള്ളത്, ന്യായമായിട്ടുള്ളത് ചെയ്തു പോന്നിരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ദൃഷ്ടി, അതായത് ഓരോരുത്തരും അവരുടെ ദൃഷ്ടിയിൽ നീതിയായിട്ടുള്ളവർ ചെയ്യുന്നു. 21 അധ്യായത്തിൻ്റെ 25 വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തൻ്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയതുപോലെ ചെയ്തു പോകുന്നു. അപ്പോൾ മനുഷ്യൻ നോക്കുമ്പോൾ ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. പക്ഷേ നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിക്ക് ആനുപാതികമായിട്ടാണ് അവൻ പ്രതിഫലം നൽകുന്നതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോക ജീവിതം, പ്രവാസ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതാകുന്ന അളവനുസരിച്ചാണ് ഇതിനുള്ള പ്രതിഫലം. നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ അത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പക്ഷേ നീതിപൂർവമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നത്? നാം 119 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിലേക്ക് വരുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നീതികേട് പ്രവർത്തിക്കാതെ നീതിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ വചനം അവൻ വായിക്കുകയും ധ്യാനിക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം, അത് വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ ഒരു വ്യക്തിക്ക് നടക്കുവാൻ കഴിയുന്നത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ്. പക്ഷേ ഈ ദൈവവചനത്തിന് നാം എത്രത്തോളം സ്ഥാനം നൽകാറുണ്ട്? ദൈവവചനത്തിൽ നാം ആശ്രയിച്ച് മുമ്പോട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം വീണ്ടും 1-ാം സങ്കീർത്തനത്തിലും അത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്കാണ് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സദാ ലഭിക്കുന്നതെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ആ ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ നീതിയുള്ള ഒരു ജീവിതം നയിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയും. നീതി എന്ന് പറയുമ്പോൾ ഇത് നാം പലപ്പോഴും അത് ജഡ്ജസിന് അല്ലെങ്കിൽ ന്യായാധിപന്മാർക്ക് ഉള്ള കാര്യമെന്നാണ് പലപ്പോഴും കരുതാറുള്ളത്. നീതി നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കണം. ഭാര്യയോടും ഭർത്താവിനോടും ഉള്ള ഇടപെടലുകളിൽ നീതി ഉണ്ടാകണം, ന്യായമായിട്ടുള്ളതുണ്ടാകണം. നാം നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അങ്ങനെ ഏത് തലത്തിലും ഔദ്യോഗിക ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെയും നീതി നമ്മൾ ഉണ്ടാകണം.
അത് അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ ആദ്യം നാം വായിക്കുകയാണ് ന്യായം പ്രവർത്തിക്കുക. അപ്പോൾ ന്യായമായിട്ടുള്ളത് പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യായം എന്ന് പറയുമ്പോൾ നാം ഈ ലോകത്ത് ജീവിക്കുന്നു. നമ്മുടെ ആയുസ്സിൽ നാം ഒരു പ്രവാസ ജീവിതമാണ്. അപ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മോടൊപ്പം വസിക്കുന്ന എല്ലാവർക്കും ഈ ലോകത്ത് നമ്മെപ്പോലെ തന്നെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നുള്ള പരിശോധന എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. നമുക്കറിയാം, ഒരു റോഡ് പബ്ലിക് റോഡാണെങ്കിൽ ആ റോഡ് ഷെയർ ചെയ്യുന്നത് പലതരങ്ങളിലുള്ള വണ്ടികളാണ്. ട്രക്കുണ്ടാകാം, ബസ്സുണ്ടാകാം, കാറുണ്ടാകാം, ബൈസൈക്കിൾ ഉണ്ടാകാം, കാൽനടക്കാരുണ്ടാകാം. പക്ഷേ ആ റോഡ് എല്ലാവരും ഷെയർ ചെയ്യണം. അത് ആർക്കും അവകാശപ്പെട്ടതല്ല എന്ന് പറയാം, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം വസിക്കുന്ന ഭവനം, അത് നമ്മുടെ കാലശേഷം വേറെ ആരെങ്കിലും ആയിരിക്കും ഭവനത്തിൽ വസിക്കുന്നത്. നാം വസിക്കുന്ന സ്ഥലം നമ്മുടെ കാലശേഷം മറ്റ് വേറെങ്കിലും നമ്മുടെ മക്കളാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഇത് കൈമാറി നൂറ്റാണ്ടുകൾ കൈമാറി വന്ന ഒരു സ്ഥലത്താണ് നാമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരുമായി നീതിപൂർവമായ ഒരു സഹവാസം, ഒരു ഷെയറിങ് നമുക്കുണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് നാം വായിക്കുന്നുണ്ട്, എന്താണ്? ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കുവാനും. അതായത് ഒരു പടി കൂടി കൂടുതലായി നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. നീതി എന്ന് പറയുമ്പോൾ അവകാശപ്പെട്ടത് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് ഒരു വ്യക്തിക്ക് അവകാശമായിട്ടുള്ളത് നിഷേധിക്കുവാൻ നമ്മുടെ പ്രവർത്തനം മൂലം ഉണ്ടാകരുത്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവകാശമായിട്ടുള്ളത് കൊടുക്കാതിരിക്കുവാൻ, അല്ലെങ്കിൽ താഴെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാതിരിക്കുവാൻ നമ്മളിൽ നിന്ന് സാധ്യമാകരുത്. രണ്ടാമത് നാം വായിക്കുന്ന എന്താണ്? ദയാതൽപരനായിരിക്കുക, ഹാവ് മേഴ്സി. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സ്വഭാവം ആണ് ഈ രണ്ടും എന്ന് നമുക്ക് കാണാം. ഒന്ന്, ദൈവം നീതിമാനാകുന്ന ദൈവമാണ്. രണ്ട്, ദൈവം കരുണാസമ്പന്നനാകുന്ന ദൈവമാണ്, മേഴ്സിഫുൾ ഗാഡ്. ആ രണ്ട് സ്വഭാവവും നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ദയ തൽപരരായിരിക്കുക, മറ്റുള്ളവരുടെ കരുണയുള്ളവരായിരിക്കുക. അതവർക്ക് ലഭിക്കേണ്ട അവകാശം മൂലമല്ല, പിന്നെയോ അവകാശമില്ല എങ്കിൽ പോലും അവരോട് കരുണയുണ്ടായിരിക്കുക. അവർക്കൊരു പക്ഷേ അതിന് യോഗ്യതകളില്ലായിരിക്കാം, എങ്കിലും നമ്മുടെ മനസ്സലിവ് കൊണ്ട്, നമ്മുടെ ദയ കൊണ്ട് മറ്റൊരാളെ സഹായിക്കുന്ന ഒരവസ്ഥ, അതാണ് ദയാതൽപരരായിരിക്കുക എന്ന് ഇവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഈ ദയയ്ക്ക് വേണ്ടിയാണ് നാം യാചിക്കാറുള്ളത്. നാം പാപം ചെയ്തിട്ടും തെറ്റുകൾ ചെയ്തിട്ടും ക്ഷമ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാകാരുണ്യം കൊണ്ടത്രേ നമ്മോട് ക്ഷമിച്ച് നമ്മെ വഴി നടത്തുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മോട് ദൈവം കാണിക്കുന്ന ദയ, മേഴ്സി, നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ തക്കോണം കഴിയും. യേശു തൻ്റെ ജീവിതത്തിൽ ഒരു ഉപമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കടബാധ്യതയേറിയ ഒരു മനുഷ്യൻ യജമാനൻ്റെ അടുത്ത് വന്ന് യാചിക്കുമ്പോൾ അദ്ദേഹം കടം ഇളച്ചു കൊടുക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവന് കടം കൊടുക്കുവാനുള്ള, അല്പം മാത്രം കടം കൊടുക്കുവാനുള്ളൊരു വ്യക്തിയെ കണ്ടപ്പോൾ അതവന് കൊടുക്കുവാൻ മാർഗമില്ലാതെ അവനെ തല്ലുവാനും അവനെ പ്രഹരിക്കുവാനും തുടങ്ങിയതായിട്ടും നാം അവിടെ വായിക്കുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, എന്താണ് ഇവനോട് ചെയ്യുക? നമുക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് കരുണ ആവശ്യമാണ്, പാപമോചനം ആവശ്യമാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നാം അപേക്ഷിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ സമസൃഷ്ടികളോട് എത്രത്തോളം കരുണ കാണിക്കുവാൻ, ദയാതൽപരരായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? മറ്റൊരു വ്യക്തിക്ക് യോഗ്യതകളില്ലായിരിക്കാം, അത് ലഭിക്കുവാനുള്ള അവകാശമില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു വ്യക്തി നമ്മോട് ക്ഷമിക്കാതെ മുമ്പോട്ട് പോകുമ്പോഴും നമ്മെ വേദനിപ്പിക്കുമ്പോഴും ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഇതൊക്കെയും.
നാം മനസ്സിലാക്കുക. ദൈവം നാം എത്ര തെറ്റ് ചെയ്താലും ദൈവസന്നിധിയിൽ പാപമോചനം യാചിക്കുമ്പോൾ നമ്മുടെ പാപത്തെ ക്ഷമിച്ച് നമ്മോട് മനസ്സലിയുന്ന, നമ്മോട് കരുണ തോന്നുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്, അനുഭവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ നിന്ന് ഇവിടെ രണ്ടാമത് ദൈവം ആഗ്രഹിക്കുന്നത്. ദയാതൽപരരായിരിക്കുക എന്ന് നാം ഇവിടെ കാണുകയാണ്. മൂന്നാമത് ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മ, എളിമയുള്ളവരായിരിക്കുക. താഴ്മയെന്ന് പറയുമ്പോൾ നമ്മുടെ വസ്ത്രവിധാനത്തിലൂടെയോ നമ്മുടെ ബാഹ്യമാവുന്ന പ്രകടനത്തിലൂടെയോ കാണിക്കേണ്ട ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ന് എടുത്തു പറയുമ്പോൾ മറ്റാരും കാണാത്ത ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഈ താഴ്മ എന്നുള്ളത് ഹൃദയത്തിൻ്റേതാകുന്ന ഒരവസ്ഥയാണ്. തിരുവചനം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ദൈവം എപ്പോഴും ഹൃദയമാണ് നോക്കുന്നത്, നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളല്ല, ചേഷ്ടകളല്ല. നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റിക്ക് നാം ബാഹ്യമായി കാണിക്കുന്ന പ്രകടനങ്ങളല്ല, പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം അറിയുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഒബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതങ്ങളിൽ വാസമുള്ളവനും ആരെന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമേ, നിൻ്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം, ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ഹൃദയത്തിൽ അവൻ പറയുകയാണ്, അവൻ വെളിയിലേക്ക് പറയുന്നില്ല. പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതങ്ങളിൽ വാസമുള്ളവനും ആരെന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നുണ്ട്. ബാഹ്യമായിട്ട് ആ ശബ്ദം വെളിയിൽ വരുന്നില്ല, ഹൃദയത്തിൽ അവൻ പറയുകയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം അറിയുന്നത്. നമുക്കറിയാം, ലൂസിഫർ എന്ന മാലാഖ സ്വർഗത്തിൽ നിന്ന് വിട്ടേറ്റ് ഭൂമിയിലേക്ക് വരുവാനുള്ള കാരണമാണ് എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ അവൻ പറയുകയാണ്, ദൈവത്തെ പോലെ ആകും, ദൈവത്തിന് സമനാകും എന്നവൻ ഹൃദയത്തിൽ നിരൂപിച്ചതേ ഉള്ളൂ. അത് ദൈവം മനസ്സിലാക്കി അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടതായിട്ട് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയുള്ളതായിരിക്കും. അത് ബാഹ്യമായി ഒരു മനുഷ്യനും കാണുവാൻ കഴിയുകയില്ല, പക്ഷേ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ചില ലക്ഷണങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഹൃദയത്തിൽ നമുക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒന്ന്, നമുക്ക് ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ അല്ല ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം നമുക്കുണ്ടാകുകയില്ല. എന്തെന്നാൽ എൻ്റെ കഴിവും മിടുക്കും സാമർഥ്യവും കൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട, ദൈവത്തെ പോലും ആശ്രയിക്കുമ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ഇല്ലാതെ വരും, ദൈവത്തോടുള്ള ഭക്തി ഇല്ലാതാകും, ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചുള്ള എരിവ് നമുക്കില്ലാതാകും, ദൈവഭയം നമ്മളിൽ ഇല്ലാതാകും. ഹൃദയത്തിൽ ഈ നിഗളം അല്ലെങ്കിൽ അഹങ്കാരം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എളിമയുള്ളൊരു ജീവിതം നാം നയിക്കാതെ വരുമ്പോൾ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസി, ദൈവത്തിലുള്ള ആശ്രയം നമ്മളിൽ ഇല്ലാതെ പോകും. അത് ഒരു അടയാളമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കാതെയാണ് നാം പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോകുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ എളിമയില്ല. നാം ദൈവം ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ താഴ്മയോടെയല്ല നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്, ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ദൈവം തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ വചനത്തെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ, ദൈവവചനത്തിൽ 100% വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം എളിമയുള്ളൊരു ജീവിതമല്ല നയിക്കുന്നത് എന്നുള്ളതാണ്. ദൈവം അരുളിച്ചതിനേക്കാൾ ഉപരിയായി മറ്റെന്തിലോ നാം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത്, ദൈവത്തിന് നാം മഹത്വം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ ആ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കാൻ, ഗ്ലോറിഫൈ ഗാഡ്,
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കഴിയും. എന്നാൽ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ആർക്കാണ് നാം മഹത്വം കൊടുക്കാറുള്ളത്? നമ്മുടെ കഴിവുകൊണ്ട് അത് നേടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മിടുക്കുകൾ കൊണ്ട് അവർ ഇന്ന് വലിയ നല്ല ജോലി ലഭിച്ചു എന്നൊക്കെയും നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉരുവാകുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടിയുള്ളൊരു ജീവിതമല്ല നാം നയിക്കുന്നത് എന്നുള്ളതല്ലേ. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന, തൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ബാക്കിയൊക്കെയും അതിൽ നിന്ന് ഉത്ഭവിക്കും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, ഇതൊക്കെയും ഈ 3 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. കാരണം അതിനുശേഷം അവസാന ഭാഗത്ത് പറയുകയാണ്, ഇതല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. മറ്റൊന്നും നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന് കുറേ പണം ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളോ മറ്റൊന്നും ദൈവം ആവശ്യപ്പെടും. ദൈവം ആവശ്യപ്പെടുന്ന 3 വെർച്യൂസ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള അടിസ്ഥാനപരമാകുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ തിരുവചനത്തിലൂടെ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് അല്ലെങ്കിൽ ഇത് അനുസരിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും നാം തുടർന്നുള്ള തിരുവചനത്തിൽ വായിക്കുകയാണ്. 10-ാമത്തെ തിരുവചനം, ദുഷ്ടൻ്റെ വീട്ടിൽ ഇനിയും ദുഷ്ടതയുടെ നിക്ഷേപങ്ങളും ശാപകരമാകുന്ന കള്ള അളവുകളുമുണ്ടോ? കള്ളത്തുലാസും കള്ളത്തൂക്കവുമുള്ളവനെ ഞാൻ നിർമ്മലനായി ഗണിക്കുമ്പോൾ. ദൈവവചനത്തിൽ ആശ്രയിക്കാതെ, ജീവിതത്തിൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഭയമില്ലാതെ, എളിമയില്ലാതെ മുമ്പോട്ട് പോകുന്ന വ്യക്തികളിൽ ഈ പാപ സ്വഭാവങ്ങൾ ഉണ്ടാകും. ലോകത്തിൽ നിന്ന് പലതും നേടുവാൻ തക്കവണ്ണം അന്യായമായി സമ്പാദിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ആ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ എന്താണ് അതിൻ്റെ പരിണിത ഫലം? നാം താൽക്കാലികമായി സമ്പത്തുണ്ടാക്കി, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചു, കൈക്കൂലി വാങ്ങി, അന്യായമായി നാം പലതും ചെയ്ത് സ്വരൂപിച്ചു. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് കൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം തുടർന്നുള്ള വാക്യത്തിൽ നാം വായിക്കുകയാണ്, അതിലെ ധനവാന്മാർ അക്രമം നിറഞ്ഞവരായിരുന്നു, അതിൻ്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു, അവരുടെ വായിൽ അവരുടെ നാവ് വഞ്ചനയുള്ളത് തന്നെ. ആകയാൽ ഞാൻ നിന്നെ ദണ്ഡനങ്ങളാൽ രോഗിയാക്കും, നിൻ്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. അപ്പോൾ അതുകൊണ്ട്, അതായത് ദൈവത്തെ ഭയമില്ലാതെ, ദൈവകൃപയിൽ ജീവിക്കാതെ, മറ്റുള്ളവരുടെ ദയയും കാരുണ്യവുമില്ലാതെ, അന്യായമായത് ന്യായമല്ലാത്തത് നീ സമ്പാദിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ ഫലം, പരിണിത ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ആകയാൽ ഞാൻ നിന്നെ ദണ്ഡനങ്ങളാൽ രോഗിയാക്കും, നിൻ്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ വളരെ അധികം സമ്പാദിച്ചു, അന്യായമായിട്ട് നീ പലതും നേടി, ദൈവഭയമില്ലാത്തവനായി നീ ജീവിച്ചു, മറ്റുള്ളവരെ നീ ഉപദ്രവിച്ചു, അന്യായമായിട്ടുള്ളത് നീ പ്രവർത്തിച്ചു, മറ്റുള്ളവർ നീ ദയ കാണിക്കാതെ നീ സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു ജീവിതം നീ നയിച്ചു. എൻ്റെ പരിണിതഫലം നീ രോഗിയാകും, നിൻ്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പടക്കുകയില്ല, നീ നീക്കിവെക്കുമെന്നാൽ യാതൊന്നും സ്വരൂപിക്കുകയുമില്ല. നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. നിൻ്റെ ഫലം, നിൻ്റെ അധ്വാനത്തിന് നിനക്കൊരു ഫലവും ലഭിക്കുകയില്ല. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെയും നീ അനുഭവിക്കുകയില്ല എന്ന് ഇവിടെ നാം കാണുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ സമ്പത്തിനു വേണ്ടി അന്യായമായി ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിൻ്റെ അവസാനമാണ് ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. അന്യായമായി സമ്പാദിക്കുകയും മറ്റുള്ളവരുടെ ദയയില്ലാതെ പെരുമാറുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, ലോകപ്രകാരം അവൻ സമ്പന്നനാകാം, സമ്പത്ത് അവന് നേടുവാൻ കഴിയും, പക്ഷേ ഇത് അനുഭവിക്കുവാൻ അവന് കഴിയില്ല. അവൻ രോഗിയായി കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നമുക്കറിയാം. എന്തുണ്ടെങ്കിലും ശരീരത്തിന് സുഖമില്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നേടിയതൊക്കെയും വൃഥാവായിത്തീരും. മാത്രമല്ല, നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല. തൃപ്തിയുള്ള ഭക്ഷണം നിനക്ക് കഴിക്കുവാൻ സാധ്യമാകുകയില്ല. തുറന്നു പറയുകയാണ്, വിശപ്പ് അടങ്ങുകയുമില്ല, നീ നീക്കിവെക്കും, എന്നാൽ യാതൊന്നും സ്വരൂപിക്കുകയില്ല. നീ സേവ് ചെയ്യുകയാണ്, നീ സമ്പാദിക്കുകയാണ്, പക്ഷേ ഈ സമ്പാദ്യം ഞാൻ നീക്കിക്കളയും. പറയുകയാണ്, നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും. നീ സ്വരൂപിച്ചത്
മറ്റൊരു വശത്തൂടെ ചോർന്നു പോകും. ദൈവഭയമില്ലാതെ അന്യായമായി സമ്പാദ്യത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീ വിതയ്ക്കും പക്ഷേ കൊയ്യുകയില്ല, നീ ഒലിവായുകൾ ആട്ടും പക്ഷേ എണ്ണ പൂശുകയില്ല, മുന്തിരിങ്ങ പിഴിയും പക്ഷേ വീഞ്ഞ് കുടിക്കുകയുമില്ല. നിൻ്റെ അധ്വാനത്തിന് ഒരു ഫലവും ലഭിക്കുകയില്ല എന്ന് ചുരുക്കമായിട്ട് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച് ദൈവഭയം നഷ്ടപ്പെട്ട് അന്യായമായി മറ്റുള്ളവരെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും നാം സമ്പാദിച്ച്, പീഡിപ്പിച്ചും നാം സമ്പാദിച്ച് ലോകത്തിൽ സമ്പന്നനാകുവാൻ ആഗ്രഹത്തോടുകൂടി ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഈ വചനം ഒരു വലിയ ചൂണ്ടുവലകയായിട്ട് കാണുവാൻ തക്കോണം കഴിയണം. ഇതിൻ്റെ അവസാനം സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, രോഗികളായി, സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ജീവിതം, ദുഃഖകരമാവുന്ന ഒരു ജീവിതമാണ് അവൻ്റെ അന്ത്യമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഒരിക്കലും മനുഷ്യനെ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ മുതൽ അവൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം കാക്ഷിക്കുന്ന ദൈവം അനുഗ്രഹത്തിനുള്ള വ്യവസ്ഥകൾ കൂടി നൽകുകയാണ്. ഈ വ്യവസ്ഥ എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ മറ്റെന്താണ് ഞാൻ ചോദിക്കുന്നത്? മറ്റൊന്നും ദൈവം നമ്മോട് ചോദിക്കുന്നില്ല. ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുവാനും അത് ദൈവിക അനുഗ്രഹങ്ങളിലേക്ക്, ദൈവകൃപകളിലേക്ക് നയിക്കുവാൻ തക്കോണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം മുഖാന്തരമായി തീരും. അപ്രകാരം നമ്മെ തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.